ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 32ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. ഭഗവാൻ നിശ്ചയിച്ചതുപോലെ ഭഗവാൻ 32ാമത്തെ ദശകവും ഒന്ന് വിചാരം ചെയ്യുവാൻ, അല്ല നമ്മളെക്കൊണ്ട് വിചാരം ചെയ്യിപ്പിച്ചു ഭഗവാൻ, ഒക്കെ ഭഗവാന്റെ സങ്കല്പം തന്നെ. നമുക്ക് 32ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ദശകം 32 മത്സ്യാവതാരമാണ്. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിൽസഃ കില മത്സ്യരൂപം സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീനഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്മോ മുനാ കൽപ്പതിതൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുത്ഘൂർണമാനഃ ശരണം യയൗ ത്വാം ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ജതേഷു ഭൂയസ്ത്വമംബുധേരാവിരഭോർമഹീയാൻ ജഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുಚ್ಚൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാം മുനയസ്ത്വതുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധുഃ ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം അനുമാദധാനഃ ക്രോധാധയഗ്രീവമഭിദ്രുതോ ഭൂഃ സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാകാരപദേ പ്രപായാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ദശകം 33 അംബരീഷോപാഖ്യാനമാണ്. വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാഭകസുരേ നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോപിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാഃ സദൈവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നമുക്ക് 32ാമത്തെ ദശകം പാരായണം ചെയ്താലുള്ള ഫലപ്രാപ്തിയാണ് നമുക്ക് പറയുവാനുള്ളത്. ഇതിന് ഈ മത്സ്യാവതാരം പാരായണം ചെയ്താൽ ആഗ്രഹപൂരണമാണ് ഫലപ്രാപ്തിയായിട്ട് പറയുന്നത്. ഭഗവാൻ ഇവിടെ സത്യവ്രത മഹാരാജാവിന് തൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുത്തതുപോലെ ഭഗവാന് ഈ മത്സ്യാവതാരം വായിക്കുന്ന തൻ്റെ ഭക്തൻ്റെ ആഗ്രഹങ്ങളെ ഭഗവാൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നു എന്നാണ്
വിശ്വാസം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഭഗവാൻ വർത്തിക്കുന്നത്. ഭഗവാനെ സേവ ചെയ്താൽ, ഭഗവാനെ സ്തുതിച്ചാൽ, ഈ അവതാരങ്ങളൊക്കെയും ഭഗവാന്റെ ലീലകൾ പറഞ്ഞ് ഭഗവാന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഇവിടെ ബ്രഹ്മാവിന് ഈ വേദങ്ങളെ തിരിച്ചു പിടിച്ചു കൊടുക്കുന്നതിന് ഭഗവാൻ എപ്രകാരമാണോ മത്സ്യരൂപമായിട്ട് വന്നത്, അതേപോലെ ഭഗവാൻ ഇന്ന രൂപത്തിലെന്നില്ല, ഏതു രൂപത്തിലും നമ്മുടെ മുൻപിൽ വരും. ഭഗവാനെ സദാ സ്മരിക്കാനും സ്തുതിക്കാനും ഒക്കെ നമുക്ക് ആ സൽബുദ്ധി തോന്നണമെങ്കിലും ഭഗവാന്റെ കൃപ വേണം. ജന്മാന്തരങ്ങളിലായി ചെയ്ത പുണ്യം വേണം, സുഹൃതം വേണം. അങ്ങനെ ആ ജന്മാന്തരങ്ങളിലായിക്കൊണ്ട് നമ്മൾ നേടിയ സുഹൃതം ഇവിടെ ഓരോ ജന്മങ്ങളിലും ഭഗവാനെ സ്തുതിക്കുന്നതിന്, ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നതിനും വായിക്കുന്നതിനുമൊക്കെ നമുക്ക് കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് തിരിച്ച് സാധിച്ചു തരിക. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഭഗവാൻ സാധിച്ചു തരുന്നു. അങ്ങനെ വരുമ്പോൾ ഓർക്കുക, ഭഗവാനെങ്കിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും തോറും ഭൗതികമായ ആഗ്രഹങ്ങളാവില്ല നമുക്കുണ്ടാവുക. ഇതേപോലെയുള്ള ഭഗവാനോട് അടുക്കുന്നതിന്, ഭഗവാന്റെ ആ ഒരു മഹാത്മ്യത്തെ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഉത്തമമായ ആഗ്രഹങ്ങളായിരിക്കും ഉള്ളിലുണ്ടാവുക. ഭഗവാനാകട്ടെ അതൊക്കെ നിവർത്തിച്ചു തരികയും ചെയ്യുന്നു. ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ച് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ 32ാമത്തെ ദശകത്തിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത്. ഇനി അടുത്തത് 33ാമത്തെ ദശകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ. ഈ ഒരു ദശകത്തിൽ ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കുകളും, അത് ഭഗവാന്റെ മഹത്വമായിക്കോട്ടെ, ഭഗവാന്റെ ലീലകളുടെ വർണ്ണനയായിക്കോട്ടെ, ഒക്കെ ഭഗവാന്റെ സങ്കല്പമാണ്. ഈ ഉള്ളവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എല്ലാം തന്നെയും ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ ആ പാതാരവിന്ദങ്ങളിൽ വാക്കുകൾ കൊണ്ടുള്ള അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ, സ്വീകരിക്കണമെന്ന അപേക്ഷയോടുകൂടി ഇന്നത്തെ സത്സംഗവും നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.